നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. കിം ജോങ് ഉൻ ആളൊരു കേമനാണ്. ഉത്തര കൊറിയൻ ഭരണാധികാരിയുടെ വിക്രിയകൾ പുറത്ത്. സുഖിക്കാൻ ഓരോ വർഷവും തിരഞ്ഞെടുക്കുന്നത് 25 കന്യകകളെ. സമീപകാലത്ത് നമ്മുടെ നാട്ടിലും രാജ്യത്തും പലയിടങ്ങളിലും നടന്നതായി പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഉത്തര കൊറിയൻ ഏകാധിപത്യ ഭരണാധികാരി കിം ജോങ് ഉൻ നല്ല ഒന്നാന്തരം മാതൃകാ പുരുഷനായി തിരഞ്ഞെടുക്കാവുന്ന ആളാണ്. രാജഭരണ രീതിയിൽ അധികാരത്തിൽ തുടരുന്ന ഈ മഹാൻ ലൈംഗിക ബന്ധത്തിന് അടക്കം ഓരോ വർഷവും രാജ്യത്ത് പല സ്ഥലങ്ങളിൽ നിന്നായി തിരഞ്ഞെടുത്ത 25 കന്യകകളെയാണ് കൊട്ടാരത്തിൽ താമസിച്ച് ചെലവിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന വാർത്ത പശ്ചിമ ബംഗാളിലെ ഗവർണർ രാജ്ഭവനിൽ വെച്ച് ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്നതാണ്. ഇത് ശരിയോ തെറ്റോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിലും രാജ്യത്തെ മറ്റ് പലയിടങ്ങളിലും തുടരെ ഉണ്ടാകുന്നു എന്നത് ഒരു വസ്തുതയാണ്. സാഹചര്യം ഇതാണെങ്കിലും വെറുതെ പാടുപെട്ട് ഒളിച്ചും പാത്തും ഇതൊക്കെ നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി ഉത്തര കൊറിയൻ ഭരണാധികാരിയുടെ മാതൃക കേരളത്തിലും നമ്മുടെ രാജ്യത്തും നടപ്പിൽ വരുത്തിയാൽ നല്ലതാണ് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉത്തര കൊറിയൻ ഭരണാധികാരിയായ ഏകാധിപതി കിം ജോങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലീലാവിലാസങ്ങൾ പുറത്തുവിട്ടത് ഒരു ബ്രിട്ടീഷ് പത്രമാണ്. ഡെയിലി സ്റ്റാർ എന്ന പത്രമാണ് കിമ്മിൻ്റെ ലൈംഗിക പ്രയോഗങ്ങളുടെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത്. ഈ കാര്യത്തിൽ കിമ്മിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കിം അധികാരമേൽക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങിയതാണ് ഈ ഏർപ്പാട്. 1970 കൊട്ടാരത്തിലെ ഭരണാധികാരിയുടെ ലൈംഗിക സുഖങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികളെ നിയമിക്കുന്ന ഏർപ്പാട് തുടങ്ങിയത്. ഓരോ വർഷവും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളിലും കോളേജുകളിലും കൊട്ടാരത്തിൽ നിന്നുള്ള സംഘം പരിശോധന നടത്തി ഏറ്റവും സുന്ദരികളായ കൗമാരക്കാരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏർപ്പാടാണ് തുടങ്ങിവെച്ചത്. 25 അംഗങ്ങളുള്ള പ്ലഷർ സ്ക്വാഡ് എന്ന് പേരിട്ടുള്ള സംഘങ്ങളാണ് ഓരോ വർഷവും പുതിയ പെൺകുട്ടികളെ കൊണ്ട് സജ്ജമാക്കുന്നത്. ഈ പ്ലഷർ സംഘത്തിന് 3 വിഭാഗങ്ങളുണ്ടത്രേ. 1ഉം 2ഉം വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികൾ മസാജ് ചെയ്യുക, പാട്ട് പാടുക, നൃത്തം ചെയ്യുക തുടങ്ങിയ ജോലികളാണ് ചെയ്യുക. 3ാമത്തെ ഗ്രൂപ്പിൽപ്പെടുന്ന കൗമാരക്കാരെയാണ് കിം ലൈംഗികമായി ബന്ധത്തിന് ഉപയോഗിക്കുക. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കൂടിയ പ്രായപരിധി 20 വയസ്സാണ്. സേവനത്തിന് തയ്യാറാണെങ്കിലും 20 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ഈ ജോലിയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്യുക. ഇത്തരത്തിലുള്ള സംഘത്തിൽപ്പെട്ട അവിടെ സേവനം നടത്തിയിരുന്ന യനോൻമി പാർക്ക് എന്ന യുവതിയുടെ വെളിപ്പെടുത്തൽ വഴിയാണ് മാധ്യമത്തിന് ഈ വാർത്ത ലഭ്യമായത്. കൊട്ടാരത്തിലെ പ്രത്യേക സംഘം വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശിച്ച് സുന്ദരികളായ പെൺകുട്ടികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കും. കന്യകരാണ് എന്ന് ഉറപ്പാക്കാനുള്ള പരിശോധനകളാണ് നടത്തുക. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ കുടുംബ വിവരങ്ങളും രാഷ്ട്രീയമായ മറ്റുമുള്ള ബന്ധങ്ങളും മറ്റും ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നു. തുടർന്ന് കൊട്ടാരത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് റിപ്പോർട്ട് നൽകുന്നു. ഈ റിപ്പോർട്ടുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഭരണാധികാരിയായ കിം ജോങ് തിരഞ്ഞെടുത്ത പെൺകുട്ടികളുടെ നേരിൽ കണ്ട് ഇഷ്ടം തോന്നുന്നവരെ അവസാനമായി നിയമിക്കുന്നു. ഇതാണ് നടക്കുന്ന രീതി. ലോകത്ത് മറ്റ് പല രാജ്യങ്ങളിലും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തികച്ചും ഏകാധിപത്യപരവും ധിക്കാരപരവുമായ ഭരണമാണ് കാലങ്ങളായി ഉത്തര കൊറിയൻ കിം ജോങ് കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയവും ഇല്ല, തിരഞ്ഞെടുപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഭരണാധികാരിയെ ചോദ്യം ചെയ്യാൻ അവസരവുമില്ല. മറ്റു രാജ്യങ്ങളിലെ പോലെ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമോ മാധ്യമങ്ങളോ ഇല്ലാത്തതിനാൽ കിമ്മിൻ്റെ ഒരു ദുഷ്പ്രവൃത്തിയും പുറലോകം അറിയുന്നുമില്ല. ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഭരണാധികാരിയായ കിം മാരകമായ രോഗം ബാധിച്ച് മരണശയ്യയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ കുറച്ചുനാൾ പുറത്തു വന്നിരുന്നു. ഈ അവസരത്തിൽ ഒരു പ്രതികരണവും കൊട്ടാരത്തിൽ നിന്നും ഉണ്ടായിട്ടുമില്ല. ഒരു സുപ്രഭാതത്തിൽ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ആരോഗ്യവാനാണെന്നും ഭരണം കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കിം ജോങ് ജനങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച വാർത്തകൾക്ക് അവസാനമുണ്ടായത്. ഏതായാലും
ഉത്തര കൊറിയൻ ഭരണാധികാരിയുടെ വ്യക്തിപരമായ നടത്തുന്ന ചില ശീലങ്ങൾ സമീപകാലത്ത് നമ്മുടെ കേരളത്തിലും മറ്റും പല സ്ഥലങ്ങളിലും ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരിലും ഉദ്യോഗസ്ഥ മേധാവികളിലും ബാധ പോലെ പിടികൂടുന്നുണ്ട് എന്ന് പലപ്പോഴായി പുറത്തു വന്നിട്ടുള്ള വാർത്തകളിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം ആൾക്കാർക്ക് മാതൃകാ പുരുഷനായി സ്വീകരിക്കാവുന്ന ഒരു ഭരണാധികാരിയാണ് ഉത്തര കൊറിയയിലെ രാജാവായ കിം ജോങ് ഉൻ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. നന്ദി.